ഹേ ഗായ്സ്, എല്ലാവർക്കും ഡൈവ് ഡോജോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളെ സിലബസിൽ 6 ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. UML ഡയഗ്രാം, യൂസ് കേസ്, ക്ലാസ് ഡയഗ്രാം, ഇൻട്രാക്ഷൻ ഡയഗ്രാം, ആക്ടിവിറ്റി ഡയഗ്രാം, സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം. ഇങ്ങനത്തെ 6 ഡയഗ്രാംസാണ് നമ്മളെ ഈ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിന്ന് ഈ 6 ഡയഗ്രാമും നോക്കാം എന്താണെന്ന്. ഓക്കെ, ഇനി ആദ്യത്തേതാണ് UML ഡയഗ്രാം എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്. അതായത് നമ്മളൊരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നല്ല, അതായത് ഓവറോൾ സ്ട്രക്ചർ, അതായത് ഓവറോൾ ആ ഒരു ഫുൾ പ്രൊജക്റ്റിൻ്റെ ഓവറോൾ സ്ട്രക്ചർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മോഡലിങ്ങിൻ്റെ പേരാണ് UML ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇതിൽ കുറേ നൊട്ടേഷൻസ് ഉണ്ടാവും, അതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഈ സംഭവങ്ങൾ നമ്മൾ വരയ്ക്കാൻ. അത് ഇനീഷ്യലി നമുക്ക് ആ ബ്ലാക്ക് കാണുന്നത് സ്റ്റാർട്ടിങ് നോഡാണ്. അതായത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതായത് ഇപ്പോൾ മൾട്ടിപ്പിൾ കണക്ഷൻസ് വരുമ്പോൾ നമുക്ക് ഡയമണ്ട് ഉപയോഗിക്കാം. പിന്നെ ഓരോരോ ഷെഡ്യൂളിങ്സൊന്നും അതായത് ഓരോരോ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരോ മാർക്സ് ഉപയോഗിക്കാം. പിന്നെ ഓരോരോ ആൾക്കാരുടെ ടാസ്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആൾക്കാർ സിമ്പിൾ കാണിച്ചു കൊടുക്കാം. അതായത് ഇവിടെ എന്ന് പറയുന്നത് ഇനീഷ്യലി ഒരു ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾ ചെയ്യും. ആ ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾ ചെയ്തിട്ട് അസിസ്റ്റൻസും ഇൻസ്പെക്ടറും ഉണ്ടാവും. അവർ പോകും, അസിസ്റ്റൻ്റ് എന്ത് ചെയ്യും, റിപ്പോർട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, റിപ്പോർട്ട് ഫില്ല് ചെയ്തിട്ട് ഇൻസ്പെക്ടറിനോട് പറയും. അപ്പോൾ ഇൻസ്പെക്ടർ ആയിരിക്കും ഇതെന്ത് ചെയ്യൽ, എല്ലാ ഇതും റിപ്പോർട്ടെല്ലാം റിവ്യൂ ചെയ്തിട്ട് ഇൻസ്പെക്ഷൻ നടത്തൽ. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ സംഭവം അപ്രൂവ് ആയോ ഇല്ലയോ നോക്കണം. അഥവാ അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ഫൈനൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും. അല്ലാത്ത സമയത്ത് ഇത് ഒന്നുകൂടി ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, UML ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് യൂസ് കേസ് ഡയഗ്രാമിൽ വരുന്ന സമയത്ത് ആദ്യം നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഈ നമ്മളെ ആപ്പ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ കൊടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റുഡൻറ്റും ടീച്ചറും. അപ്പോൾ സ്റ്റുഡൻറ്റിന് എന്ന് പറയുന്നത് അറ്റൻഡൻസ് ചെക്ക് ചെയ്യാൻ, ടൈം ടേബിൾ ചെക്ക് ചെയ്യാൻ, സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്സസ് മാത്രമേ നമുക്ക് നമ്മളെ ആപ്പിലോ വെബ് ആപ്ലിക്കേഷനിലോ നമുക്ക് കൊടുക്കും. പക്ഷെ നേരെ മറിച്ച് ടീച്ചറിന് നമുക്ക് എന്തുണ്ട്, ഇത് ചെക്ക് ചെയ്യാനും പറ്റും, അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ചെറിയൊരു എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫുഡ് ഡെലിവറി ആപ്പോ വർക്കർ ബുക്കിംഗ് സിസ്റ്റം എല്ലാം ആണെങ്കിൽ അതിൽ നമുക്കെന്തുണ്ടാവും, വർക്കർ ഉണ്ടാവും, യൂസേഴ്സും ഉണ്ടാവും, കസ്റ്റമേഴ്സും വർക്കേഴ്സും ഉണ്ടാവും. അപ്പോൾ അത് കൂടാണ്ട് നമുക്ക് അഡ്മിൻസ് ഉണ്ടാവും, അതായത് ഈ ആപ്പ് മെയിൻ്റനൻസിനും ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എഡിറ്റിംഗ് കേപ്പബിലിറ്റീസും കാര്യങ്ങളായിരിക്കും ഉണ്ടാവില്ല, ആ അഡ്മിൻസിനാണ് ഉണ്ടാവില്ല. വർക്കേഴ്സിന് എന്ത് ചെയ്യും, വർക്കേഴ്സിന് ഇവർക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഹയർ ചെയ്യാനായിരിക്കേ പറ്റൂ കസ്റ്റമേഴ്സിന്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നടുവിൽ ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ എഴുതുക. പിന്നെ നമുക്ക് യൂസ് കേസിൽ നമുക്ക് ആൾക്കാരെ വരക്കുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെ വരക്കണം എന്നില്ല, നോർമലി സ്റ്റാൻഡേർഡായിട്ട് ഈ അസിസ്റ്റൻ്റ് എന്ന് എഴുതിയ ഇങ്ങനത്തെ ഒരു രൂപമാണ് ഉപയോഗിക്കൽ. അങ്ങനെ വരക്കുക, എന്നിട്ട് ആർക്കെല്ലാം ആക്സസ് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. ഇതാണ് മെയിനായിട്ട് യൂസ് കേസ് പറയാനുള്ളത്. അപ്പോൾ എക്സാമിന് ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തന്നെ മെയിനായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരക്കാനുള്ള ഇതേ ഉള്ളൂ. അടുത്തതാണ് ക്ലാസ് ഡയഗ്രാം മെയിനായിട്ട് ലോ ലെവൽ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കൽ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വർക്കർ ബുക്കിംഗ് സിസ്റ്റമോ ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയി മാനേജ്മെൻറ്റ് സിസ്റ്റം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിൽ കുറേ ക്ലാസ്സസ് നമ്മൾ ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഓരോ ക്ലാസ്സസിൽ എന്തുണ്ടാവും, ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും, ഓരോ വേരിയബിൾസ് ഉണ്ടാവും, അവരെന്തെല്ലോ ചെയ്യുന്നുണ്ടാവും, അവർക്ക് അതിൻ്റേതായ എന്തുണ്ടാവും, ഓരോരോ ഫീൽഡ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് ഓരോരോ ക്ലാസ് വൈസ് ഡിസൈൻ ചെയ്യണം. ആരൊക്കെ എവിടെ നിന്നെല്ലാം ആക്സസ് ചെയ്യുന്നുണ്ട് എന്നുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈനിങ്സും കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമ്മളൊരു ഡിസൈനിങ് പെർസ്പെക്റ്റീവിൽ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇവിടെ കൊടുത്ത എക്സാമ്പിളിലാണെങ്കിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ആ അക്കൗണ്ട് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമുക്ക് എന്തുണ്ട്, ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീൽഡ് ഉണ്ട്, നെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീൽഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്, നമുക്ക് അത് രണ്ടിൻ്റെയും ഡാറ്റ ടൈപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇമെയിൽ ഗെറ്റ് ചെയ്യാനുണ്ട്, ആ ഇമെയിൽ സെറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസ് ഉണ്ട്, നെയിം സെറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസ്, നെയിം ഗെറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസ്, അതെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഫങ്ഷൻസ് ഉൾപ്പെടെ എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് ആ ഒരു ബോക്സ്. അതേപോലെ അഡ്രസ്സും ഉണ്ട്, അഡ്രസ്സ് നമുക്ക് ഗെറ്റ് ചെയ്യാം, അതിൻ്റെ കോൺടാക്ട്സ് ആരാന്ന് നോക്കാം, അതിൻ്റെ ഫങ്ഷൻസ് അവിടെ. പിന്നെ ഇതിൻ്റെ കോൺടാക്റ്റിൻ്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഇവിടെ
ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ കോൺടാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ആ കോൺടാക്ട്സിൽ അവർ ഇമെയിൽ അഡ്രസ്സ്, പ്രൈമറി കോൺടാക്ട്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പം ഞാനൊരു കോൺടാക്റ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് വേണം? ഈ കോൺടാക്ട്സും വേണം, ആ കോൺടാക്ട്സിൽ എന്തുണ്ടാവണം? ഇവരെ അഡ്രസ്സും വേണം. അപ്പോൾ ഇവരെ രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് എനിക്ക് ഇതിൽ ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇവർ രണ്ടാളെയും കണക്ട് ചെയ്തു. അക്കൗണ്ടും ഈ അക്കൗണ്ടിലുള്ളവരെ അഡ്രസ്സ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഈ അഡ്രസ് ബുക്ക് തന്നെ ആക്സസ് ചെയ്യണം. അതുകൊണ്ട് അവരെ ഞാൻ കണക്ട് ചെയ്തു. ഈ അഡ്രസ് ബുക്കിലുള്ള ആൾക്കാർ എനിക്ക് എന്ത് ചെയ്യണം? അഡ്രസ് ബുക്കിലെ പേരുണ്ടെങ്കിൽ അവർക്കൊരു കോൺടാക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കോൺടാക്റ്റ് കിട്ടേണ്ട മെത്തേഡ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഗെറ്റ് കോൺടാക്റ്റ് എന്ന്. അപ്പോൾ ഈ ഗെറ്റ് കോൺടാക്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ആ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ കോൺടാക്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെ ഇതെല്ലാം മൾട്ടിപ്പിൾ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്ലാസ് ഡയഗ്രാം വരക്കാൻ ചോദിച്ചാൽ തന്നെ നോർമലി അങ്ങനെ ചോദിക്കാറില്ല. ഇതത്ര ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കും അല്ല. യൂസ് കേസ് ചിലപ്പോൾ ചോദിച്ചേക്കാം, പക്ഷേ ക്ലാസ് ഡയഗ്രാം എല്ലാം വളരെ ചുരുക്കമെന്ന് ചോദിക്കലല്ല. അഥവാ ചോദിച്ചാൽ തന്നെ എന്ത് ചെയ്യുക? ഇത് വരക്കുക, എല്ലാ ക്ലാസ്സും എഴുതുക, ആ ക്ലാസ്സിൻ്റെ ഫംഗ്ഷനാലിറ്റീൻ്റെ പേര് എഴുതുക, ഫംഗ്ഷൻസിൻ്റെ പേര് എഴുതുക, അതിൻ്റെ ഫീൽഡ്സിൻ്റെ പേര് എഴുതുക, എന്നിട്ട് ആ കണക്ഷൻസ് ഏതെല്ലാമാണോ ആ കണക്ഷൻ ആലോചിച്ചിട്ട് കണക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഇൻട്രാക്ഷൻ ഡയഗ്രാം. ഇൻട്രാക്ഷൻ ഡയഗ്രാം ആ ആരോ മാർക്ക് ചിലപ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവില്ല. ഞാൻ മൗസിൻ്റെ കഴ്സർ വെച്ചിട്ട് കാണിച്ചു തരാം. അതായത് ഇത് കസ്റ്റമർ, ഇത് ATM, ഇത് സെർവർ. അപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്യും? അതായത് ഇൻട്രാക്ഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഇൻട്രാക്ഷൻസ്, അതായത് ഓരോ പ്രൊസീജിയറിൻ്റെയും ഇൻട്രാക്ഷൻസ് ആരെല്ലാമായി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് ഡ്രോയിങ് ആണ് ഇൻട്രാക്ഷൻ ഡയഗ്രാം. അപ്പോൾ ആദ്യം കസ്റ്റമർ എന്ത് ചെയ്യും? ATM കാർഡ് പുട്ട് ചെയ്യും. അത് പുട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ATM എന്ത് ചെയ്യും? അതായത് അത്ര വരെ ഒരു ഇൻട്രാക്ഷൻ നടന്നു. ATMലേക്ക് നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നത് ഒരു ഇൻട്രാക്ഷൻ. അത് കഴിഞ്ഞിട്ട് ആ കാർഡ് ചെക്ക് ചെയ്യും. നമ്മൾ സെർവറിൽ പോയി കാർഡ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്തിട്ട് തിരിച്ച് സെർവറിൽ നിന്ന് റെസ്പോൺസ് ATMലേക്ക് വരും. എന്നിട്ട് ATM പ്രോസസ്സിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കസ്റ്റമറിന് ഒരു റിസൾട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരല്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് സിങ്ക്രോണസ് ആവാം, അസിങ്ക്രോണസ് ആവാം. സിങ്ക്രോണസും അസിങ്ക്രോണസും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. സിങ്ക്രോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാർഡ് എൻ്റർ ചെയ്തിട്ട് ഈ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഇവിടെ എത്തിയില്ലേ, ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവിടെ നിന്നൊരു റിക്വസ്റ്റ് അങ്ങോട്ടേക്ക് അയച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സ്റ്റേറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യും. ATMൽ നമ്മളിപ്പോൾ കാർഡ് ഇൻസേർട്ട് ചെയ്ത് ആ ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റെസ്പോൺസ് തിരിച്ചു വരുന്നവരെ ഇവിടെ നമുക്ക് ATMൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് സിങ്ക്രോണസ്. അസിങ്ക്രോണസ് എന്ന് പറയുമ്പോൾ ഞാൻ കാർഡ് ഇൻസേർട്ട് ചെയ്തു, ഇവിടുന്ന് റിക്വസ്റ്റ് പോകുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ പിൻ നമ്പർ അടിച്ചു, ആ പിൻ നമ്പറല്ല, കാർഡിൻ്റെ ഒതൻറ്റിസിറ്റി നോക്കുന്ന സമയത്ത്, ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? പിൻ നമ്പറെല്ലാം അടിക്കാം. അതെല്ലാം നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാം. തിരിച്ച് റെസ്പോൺസ് വന്നാൽ വന്നു, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ ആക്ടിവിറ്റി പാരലലായിട്ട് നടക്കാനും പറ്റും. ആ ഒരു സമയം കൊണ്ട് ഇത് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ആ റിക്വസ്റ്റ് മാച്ച് ചെയ്തിട്ട് തിരിച്ച് റെസ്പോൺസ് കൊടുക്കാം. ഇതാണ് ഇൻട്രാക്ഷൻ ഡയഗ്രാമിൽ പറയുന്നത്. അടുത്തതാണ് ആക്ടിവിറ്റി ഡയഗ്രാം. ആക്ടിവിറ്റി ഡയഗ്രാം മെയിനായിട്ട് നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഓവറോൾ എന്താണോ നടക്കുന്നത് അതിൻ്റെ ഒരു സീക്വൻഷ്യൽ ഡയഗ്രാമിനെയാണ് ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഫുഡ് ഓർഡറിങ് സിസ്റ്റം ആയാലും ഡെലിവറി ചെയ്യുന്ന ഒരു പാർട്ട്ണർ, DHL പോലത്തെ പാർട്ട്ണറിൻ്റെ ഒരു ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത് ആദ്യം എന്ത് കിട്ടും? ഓർഡർ റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്ത ഓർഡർ നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. അത് പെട്ടെന്ന് ഡെലിവറി ചെയ്യണോ അല്ല റെഗുലർ ഡെലിവറി മതിയോ എന്ന് നോക്കും. അപ്പോൾ ആദ്യം ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് എന്ത് ചെയ്യും? ചിലപ്പോൾ ഓവർനൈറ്റ് ഡെലിവറി തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യും. അതായത് ഓർഡർ റിസീവ് ചെയ്തു, ആ റിസീവ് ചെയ്ത ഓർഡറിൻ്റെ ബില്ല് ഇവിടെ ജനറേറ്റ് ചെയ്തു. സെയിം ടൈം നമ്മൾ എന്ത് ചെയ്തു? ഓർഡറും നമ്മൾ നോക്കും ഇതിൽ നിന്ന് ഏത് ഡെലിവറി അവർക്ക് വേണ്ടത്, റെഗുലർ ആണോ അല്ല ഓവർനൈറ്റ് ആണോ. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ആ ഇൻവോയ്സ് സെൻഡ് ചെയ്തിട്ടാകുമ്പോൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നു. അത് രണ്ടും സൈമൾട്ടേനിയസ്ലി നടന്നിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഷിപ്പിംഗ് നമ്മൾ ചെയ്തു കൊടുക്കും. ഇതാണ് അതിൻ്റെ ഓവറോൾ ആക്ടിവിറ്റി. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എഴുതാൻ പറ്റുന്നൊരു ഡയഗ്രാമാണ്. അപ്പോൾ എല്ലാത്തിനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസും, ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വേണം, ഇതിൽ ഇൻട്രാക്ഷൻസ് കാണിച്ചു തരണം, ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? ആൾക്കാർ ഏതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കറക്റ്റ് ഐഡിയ നമുക്ക് വേണം. അങ്ങനെ അതെല്ലാം നോക്കി വെക്കുക. അത്രയേ ഉള്ളൂ ആക്ടിവിറ്റി ഡയഗ്രാം. അടുത്തതാണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം. സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്
ഇനീഷ്യലി നമ്മൾ ഒരു പൊസിഷനിലുണ്ടാവും. അതായത് ഇനീഷ്യലി എൻ്റെ ഒരു കണ്ടീഷൻ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്നതാണ്. പിന്നെ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇന്നൊരു അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ATM തന്നെ എടുക്കാം. ATM ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് അത് ക്യാഷ് വിഡ്രോയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് ഇനീഷ്യലി ഐഡിയലായിരുന്നു, ആ സ്റ്റേറ്റ് ATM ഐഡിയലായിരുന്നു. അപ്പോൾ ഞാൻ കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടാകുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് മാറി. ഓക്കെ, കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടാകുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് മാറി സ്റ്റേറ്റ് 2ലേക്കോ വന്നു. അപ്പോൾ അത് കാർഡ് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റേറ്റ് 3ലേക്ക് വന്നു. കാർഡ് റെക്കഗ്നൈസ് ഡാമേജ്ഡ് ആണെങ്കിൽ ആ സ്റ്റേറ്റ് 4ലേക്ക് വന്നു. അങ്ങനെ ഓരോരോ സ്റ്റേറ്റ് ഇങ്ങനെ പറയും. ഈ ATMൻ്റെ അത്ര കറക്റ്റ് എക്സാമ്പിളൊന്നുമല്ല, പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കാർഡ് സക്സസ്ഫുള്ളായ സ്റ്റേറ്റാണ് സ്റ്റേറ്റ് 2. അപ്പോൾ അങ്ങനെ സക്സസ്ഫുള്ളായ നമുക്കൊരു ഇതിലേക്ക് എത്തും. അതിപ്പോൾ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡാമേജിനെ റീപ്ലേസ് ചെയ്തിട്ട് പിന്നെയും നമുക്ക് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്താം. അങ്ങനെ ലാസ്റ്റ് എന്തെക്കും നമുക്കൊരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തും. അതായത് ഓരോ നമ്മളെ വെബ് ആപ്ലിക്കേഷൻ ആയാലും ഏതൊരു ആപ്ലിക്കേഷൻ മോഡലായാലും നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യണം, ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്തണം. അതായത് ഓരോരോ സംഭവം ചെയ്യുമ്പോഴും പുതിയൊരു സ്റ്റേറ്റ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടാവും. ആ സ്റ്റേറ്റ്സ് വരെ കാണിക്കുന്ന ഡയഗ്രാമാണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം. ടോട്ടൽ നമുക്ക് 6 ഡയഗ്രാമാണ് പഠിക്കാനുണ്ടായത്. 6 ഡയഗ്രാം ഞാൻ പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ എക്സാമിൽ ചോദിച്ചാൽ തന്നെ ആദ്യം എന്താണ് ഈ ഡയഗ്രാം, സംഭവം എന്താണെന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന് അനുസരിച്ചിട്ട് വരക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.